അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് അങ്ങടെ ഓണ സെലിബ്രേഷൻ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് കോളേജിലെ സെലിബ്രേഷൻ കാര്യമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വിഷമം മാറാനായിട്ട് ഞങ്ങൾ റിസർച്ചേഴ്സ് മാത്രമായിട്ട് ഒരു ഓണം സെലിബ്രേഷൻ. മഴ വരണേന് കയ്യും കണക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലത്തെ ക്ലൈമറ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഞാനൊന്ന് പേടിച്ചായിരുന്നു. സാരിയെ കൊടുത്ത് പോയിട്ട് അവസാനം വൃത്തികേടാവുമെന്ന് കാര്യമായിട്ട് വിചാരിച്ചു. കൂടാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഫുഡ് നമുക്ക് പുറത്തുനിന്നാക്കായിരുന്നു. സദ്യ ഉണ്ടാക്കാന്നുള്ളത് അവളുടെ മാത്രമായി. പറയുന്നത്ര എളുപ്പമല്ല, പാവം കുറച്ചും കൂടെ അധികം കഷ്ടപ്പെട്ടു. ഇതിനിടക്ക് പാലും പിരിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയ്യും കഴുകി വന്ന ഞങ്ങൾക്ക് ആദ്യം അവൾ കറിച്ചിട്ട് എടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞ് ഒരാൾ ക്യാബേജ് തോരൻ വെച്ചോളൂ, മറ്റാൾ കൂട്ടുകറി വെച്ചോളൂ, മറ്റാൾ പായസം ഉണ്ടാക്കിക്കോളൂ. പിന്നെ അങ്ങോട്ട് ഒരുങ്ങി വന്ന സാരിയൊക്കെ അങ്ങോട്ട് മടക്കി കുത്തി ഒരു പരാക്രമമായിരുന്നു. എത്ര പെട്ടെന്ന് സദ്യ ആയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ല. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കണേലും കൂടുതൽ സമയം എടുത്തത് ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേക്കാനായിട്ടായിരുന്നു. ഗൈസ്, ഷിജി അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള സദ്യയൊക്കെ ഒരുക്കി. എന്തായാലും എന്നാ പിന്നെ ഒരുങ്ങി വന്നാലേ ഓണ സെലിബ്രേഷനാണ് എന്നും പറഞ്ഞ് ഞങ്ങൾ പോയി റീൽസ് ഒക്കെ എടുത്ത് തിരിച്ചു വന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും വഴിക്കായിട്ട് പോയി. സദ്യ അടിപൊളിയായിരുന്നു. അങ്ങനെ ഇത്തവണ ഞങ്ങളുടെ റിസർച്ചേഴ്സിന്റെ ഓണ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചു.